നമ്മളിങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു ക്വസ്റ്റിനകത്ത് ഡൗട്ട് വന്നു. ഒരു ക്വസ്റ്റിനിലൊന്നും അല്ല ഡൗട്ട് വരും, ഒരുപാട് ക്വസ്റ്റിനിൽ ഡൗട്ട് വരും. അതായത് നമുക്ക് ഇതിൻ്റെ ഉത്തരം എ ആണോ ബി ആണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ, അതിങ്ങ് തെളിഞ്ഞു വരുന്നില്ല എക്സാം എഴുതുന്ന സമയത്ത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളൊരു എക്സാമിൻ്റെ അവസാനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു 10, 15, 20, 25 ക്വസ്റ്റ്യനൊക്കെ അതുപോലെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടാവും. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ വിടണോ അതോ കയറി ധൈര്യപൂർവ്വം അറ്റൻഡ് ചെയ്യണോ? ഒന്ന് ഓർത്ത് നോക്കണേ. നമുക്ക് ഈ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉള്ളതാണ്. നെഗറ്റീവ് മാർക്കുള്ള ഒരു എക്സാമിന് ഇതുപോലെ കയറി എങ്ങാനും എഴുതി പാളിപ്പോയി ആൻസർ തെറ്റിപ്പോയാലോ ഒരു പ്രശ്നമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ കുട്ടികൾ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ കുട്ടികളോട് പലരും പറഞ്ഞു കൊടുക്കുന്ന കാര്യം, റിസ്ക് എടുക്കരുത്, ആൻസേഴ്സ് ആ ക്വസ്റ്റൻ അങ്ങ് വിട്ടേക്കണം, അതാണ് നല്ലത് എന്നുള്ളതാണ്. പക്ഷേ തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എങ്ങാനും എഴുതി കഴിഞ്ഞിട്ട് നമുക്കൊരു ബെറ്റർ റിസൾട്ടിലേക്ക് ആവുകയാണെങ്കിലോ, ഇനി ഇതിൻ്റെ റിസൾട്ട് ബെറ്റർ ആവാനാണോ സാധ്യത, മോശമാവാനാണോ സാധ്യത എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കറക്റ്റ്ലി മാത്തമാറ്റിക്കലി ഞാൻ പറയാണ്, ദിസ് ഈസ് എ പ്രൂവൺ തിങ് ആണ്. ഇതിനകത്ത് കൂടുതൽ കൺഫ്യൂഷനോ വേറെ കാര്യങ്ങളിലേക്ക് ഒന്നും ആലോചിക്കാൻ നിൽക്കണം. നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടുകൊടുത്താൽ മതി. സോ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊരു 10 ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 20 ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കാം, ഡൗട്ടുള്ള സാധനങ്ങൾ. ഈ ഡൗട്ടുള്ള സാധനങ്ങൾ മുഴുവനായിട്ട് അങ്ങ് വിട്ടു. നിങ്ങളുടെ നെറ്റ് റിസൾട്ട് എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നെഗറ്റീവ് ആവുന്നില്ല, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പോലും ശരിയാവുന്നില്ല. നിങ്ങളുടെ മാർക്ക് ഗെയിൻ എന്ന് പറയുന്നത് 0 ആണ്. കൂടുതൽ മാർക്ക് കൂടാനുമില്ല കുറയാനുമില്ല, കിട്ടിയ സാധനം അവിടെ ഉണ്ടാവും 0. ഇനി തിരിച്ചാലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ 20ൽ 20 എണ്ണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യനാണ്. 20ൽ 20 അറ്റംപ്റ്റ് ചെയ്തു. ഏറ്റവും വേസ്റ്റ് സിനാറിയോയിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും 20ൽ 20 തെറ്റിപ്പോയിട്ട് നമുക്ക് -20 എന്നുള്ളൊരു മാർക്ക് അധികമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഇത്ര കാലം പഠിച്ച ആൾക്കാരാണ്, ഇത്ര കാലം ഈ ടോപ്പിക്കുകൾ കേട്ട ആൾക്കാരാണ്, കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ എക്സാമുകൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും 50-50 ചാൻസ് ഉണ്ട്. 10 ഔട്ട് ഓഫ് 10 എണ്ണം ശരിയാവാനും 10 എണ്ണം തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. ശരിക്കും മാത്തമാറ്റിക്കലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്കൊരു 5 എണ്ണം ശരിയായി, 15 എണ്ണം തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് നോക്ക്. അതൊരു മിനിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനം. അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ശരിയാവുള്ളൂ. ചിലപ്പോൾ 6 എണ്ണം ശരിയാവും, ചിലപ്പോൾ 7 എണ്ണം ശരിയാവും, 10-12 എണ്ണം തെറ്റിപ്പോയി, പക്ഷേ 8 എണ്ണമൊക്കെ ശരിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് വരികയാണെന്ന് ചോദിക്കാം, 5 എണ്ണമാണ് ശരിയായത്, 15 എണ്ണം നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ 5 ശരിയായി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 × 4 20 മാർക്ക് നമുക്ക് കിട്ടും. 15 എണ്ണം തെറ്റിപ്പോയാൽ 15 × -1 15 മാർക്ക് നമുക്ക് പോകും. പക്ഷെ നോക്കി, 20 മാർക്ക് കിട്ടിയപ്പോഴാണ് 15 മാർക്ക് പോയത്. നെറ്റ് എഫക്റ്റ് എന്താ സംഭവിച്ചത്? 5 മാർക്ക് എക്സ്ട്രാ. സിമ്പിൾ അല്ലേ? ആലോചിച്ച് നോക്കി, 5 മാർക്ക് അധികം കിട്ടുന്നത് നമുക്ക് ആദ്യം 0 കിട്ടുന്നതിനേക്കാളും ബെറ്റർ റാങ്കിലേക്ക്. നിങ്ങൾ ഓർക്കണം, നമ്മൾ നീറ്റിൻ്റെയൊക്കെ ഒരു കോമ്പറ്റേറ്റീവ്നെസ് നോക്കുന്ന സമയത്ത് 25 ലക്ഷം ആൾക്കാരുണ്ട്. 1 മാർക്കിന് 1000 റാങ്കൊക്കെയാണ് മാറുന്നുണ്ടാവുക. അപ്പോൾ 5 മാർക്കിന് ഒരു 5000 റാങ്ക് നമ്മൾ ബെറ്റർ ആവും. സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് വിട്ടത്? ഇനി തിരിച്ചാലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, 20 എണ്ണം എഴുതിയിട്ട് 5 എണ്ണം ശരിയാവാന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനിമം പോസിബിലിറ്റിയാണ്. 6 എണ്ണം ശരിയാവുന്ന ആലോചിച്ച് നോക്കിയോ. 6 എണ്ണം ശരിയായി, 6 × 4 24 മാർക്ക് നമുക്ക് കിട്ടി. തെറ്റിപ്പോയത് 14 എണ്ണമാണ്. 14 കുറച്ച് കഴിഞ്ഞാൽ 24ൽ നിന്ന് 14 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് +10 മാർക്കാണ് കിട്ടുക. ഇനി 7 എണ്ണം ശരിയായി കഴിഞ്ഞാലോ, 7 എണ്ണം ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മാർക്ക് അധികം കിട്ടും. ഓരോ ക്വസ്റ്റിനും അധികം ശരിയാവുന്നതിന് 5 മാർക്ക് വീതം നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ടാവും. സോ മക്കളെ, എന്തിന് അധികം ചിന്തിക്കണം? നമ്മളെ മോഹൻലാലിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെന്ന് പറയുന്ന പോലെയാണ്, കയ്യിൽ ഉത്തരം മാർക്ക് കിട്ടാൻ വേണ്ടി വരുന്ന ചോദ്യം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തന്നെ നടക്കണം? ഡെഫിനറ്റ്ലി നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മോസ്റ്റ് പ്രോബബിൾ ആൻസർ നോക്കിയിട്ട് കുത്തുക എന്നുള്ളതാണ്. ഇനി ഒരൊറ്റ ടിപ്പും കൂടി പറഞ്ഞുതരാം. എന്തായിരിക്കും അതിന്റെ മോസ്റ്റ് പ്രോബബിൾ ആൻസർ? എ ആണോ ബി ആണോ എന്ന് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. വാട്ട് വിൽ ബി ദ മോസ്റ്റ് പ്രോബബിൾ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വന്ന ആൻസർ, ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് ആദ്യം വന്ന ഉത്തരമില്ലേ, അതായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം കറക്റ്റ് ആൻസർ. നിങ്ങൾ രണ്ടാമത് ആലോചിച്ചപ്പോൾ മാത്രമാണ് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടാവുക. പക്ഷേ ട്രസ്റ്റ് യുവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്ട് എന്നാ പറയാ. ഇത് ട്രസ്റ്റ് ചെയ്തോ, ഡെഫിനറ്റ്ലി ബെറ്റർ മാർക്ക് കിട്ടുന്നുണ്ടാവും. ഇതിനകത്ത് ആ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റിലുള്ള ഉത്തരം നിങ്ങൾ കുത്തിക്കോ, ഡെഫിനറ്റ്ലി അത് കറക്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ദിസ് ഈസ് നോട്ട് ആൻ അഡ്വൈസ് ഫോർ കറക്കി കുത്തൽ. പക്ഷേ നീറ്റിന്റെ പ്രോബബിലിറ്റി മാത്സ് അങ്ങനെയാണ്, +4 -1 ആണ്. കൂടുതൽ ചാൻസ് ശരിയാവാനാണ് ചാൻസ് വരുന്നുണ്ടാവുക. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ തന്നെ നമുക്ക് ആ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസിന് എല്ലാത്തിനെയും ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. സോ നീറ്റ് എക്സാം എഴുതുമ്പോൾ, മോക്ക് എക്സാം എഴുതുമ്പോഴുള്ള സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് പാലിച്ച് നോക്കുക. ഇതൊക്കെ പാലിച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടേ? April 7th നീറ്റ് ഗാല എക്സാം നടക്കുന്നുണ്ട്. കേരളത്തിൽ അക്രോസ് ആയിട്ട് ഓഫ്ലൈൻ സെന്റേഴ്സിൽ നമുക്ക് വന്നിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആൻഡ് അവിടെ വന്ന് എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ഓഫ്ലൈൻ എക്സാമിന്റെ കൃത്യം ഫീൽ നമുക്ക് കിട്ടും. ആൻഡ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളും കൂടി എഴുതുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇത് മാത്രമല്ല, നീറ്റ് ഗാല രജിസ്റ്റർ ചെയ്ത് എഴുതുന്ന കുട്ടികൾക്ക് അതിനുശേഷമുള്ള 10 മോക്ക് എക്സാം ഡോപ്പയിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഡോപ്പ റിപ്പീറ്റേഴ്സിന്റെ കൂടെ എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുക. സോ നീറ്റ് ഗാല രജിസ്റ്റർ ചെയ്തോ, നീറ്റ് ഗാല എഴുതിക്കോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കറക്കിക്കുത്തൽ ടെക്നിക്കില്ലേ, അത് അവിടെ കൊണ്ടുവന്ന് പരീക്ഷിച്ച് നോക്ക്. ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് എ ബെറ്റർ സ്കോർ.